നമസ്കാരം, എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. വയനാടിന് കൈത്താങ്ങാകാൻ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ മാറ്റിവെക്കാൻ തീരുമാനിച്ച് തിരൂർ മംഗലത്ത് ഒരു വ്യാപാര സ്ഥാപനം. മംഗലം ആലിങ്ങൽ റോഡിൽ പ്രവർത്തിക്കുന്ന തനിമ ഫുഡ്സാണ് വേറിട്ട തീരുമാനവുമായി മനുഷ്യസ്നേഹത്തിന്റെ പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുന്നത്. ഞായറാഴ്ച കടയിൽ ലഭിക്കുന്ന വരുമാനം മുഴുവൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് ഇവരുടെ തീരുമാനം. ചപ്പാത്തി, പൊറോട്ട, പത്തിരി തുടങ്ങിയവയും വിവിധ തരം കറികളും ബിരിയാണിയുമെല്ലാം തനിമ ഫുഡ്സിലുണ്ട്. രാവിലെ 6 മുതൽ രാത്രി 10 വരെയുള്ള പ്രവർത്തന സമയത്തിനിടെ ലഭിക്കുന്ന വരുമാനം മുഴുവൻ വയനാടിന് കരുതി വെക്കുകയാണ്. ഭക്ഷണം പൊതിഞ്ഞു നൽകിയാൽ ബിൽ തുക നീട്ടുന്നവരോട് പണം ക്യാഷ് കൗണ്ടറിന് സമീപമുള്ള ബക്കറ്റിൽ നിക്ഷേപിക്കാൻ പറയും. പുതിയ മാറ്റത്തെക്കുറിച്ച് ചോദിക്കുന്നവരോട് ഉദ്യമം വിവരിക്കും. അതിനാൽ നാട്ടുകാരുടെ മികച്ച പിന്തുണയും ലഭിക്കുന്നു. സുഹൃത്തുക്കളായ റുജീഷ് കോഴിശ്ശേരി, MP ഇസ്ഹാഖ്, വിനോദ് എന്നിവർ ചേർന്ന് നടത്തുന്നതാണ് സ്ഥാപനം. ഞായറാഴ്ചയിലെ ചെലവ് പൂർണ്ണമായും ഉടമകൾ വഹിക്കുകയാണ്. വരുമാനം നയാ പൈസ പോലും എടുക്കാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. ആശയം അവതരിപ്പിച്ചപ്പോൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുകയായിരുന്നുവെന്ന് ഉടമകളിലൊരാളായ റുജീഷ് കോഴിശ്ശേരി പറയുന്നു. നമ്മുടെ നാട് ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് വയനാട് സംഭവിച്ചത്. ഒട്ടേറെ ജീവനുകൾ നഷ്ടപ്പെട്ടു, അതുപോലെ ഉള്ള സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട ജനത എന്തു ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് നൽകുക എന്നുള്ള ഒരു ഉദ്യമത്തോടു കൂടി ഞങ്ങൾ ഇതിലേക്ക് കടന്നു വന്നത്. കച്ചവടം മാത്രമല്ല ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം, ജനങ്ങൾക്കൊപ്പം നിൽക്കുക, സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഞങ്ങൾ ഇതിലൂടെ നിറവേറ്റുകയാണ്. ഈ ആവശ്യം ഞാൻ ആദ്യം പങ്കുവച്ചത് നമ്മുടെ സ്റ്റാഫുകളോടാണ്. എല്ലാം 4 അതിഥി തൊഴിലാളികൾ, ആസാം സ്വദേശികൾ, അവരാണ് ഈ സംഭവത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഞങ്ങളെ ശമ്പളം പോലും ഇന്ന് വേണ്ട എന്നുള്ള നിർദ്ദേശം ആദ്യം വെച്ചത്. അവരുടെ നിർദ്ദേശം ബാക്കിയുള്ളവരെല്ലാം ഏറ്റെടുത്ത് വളരെ ഉഷാറായി തന്നെ ഈ ഉദ്യമം വൈകിട്ടോടുകൂടി നമുക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മംഗലം യൂണിറ്റ് സെക്രട്ടറി MGM ഗഫൂറിൽ നിന്ന് ആദ്യ സംഭാവന സ്വീകരിച്ചാണ് ഞായറാഴ്ചയിലെ വ്യാപാരം ആരംഭിച്ചത്. ഷിനാബ്, അനീഷ് എന്നിവർ സംബന്ധിച്ചു. വയനാടിന് സാന്ത്വനമാകാൻ തനിമ ഫുഡ്സ് നടത്തുന്ന പ്രവർത്തനം വ്യാപാര ലോകത്തിന് മാതൃകയാണെന്ന് MGM ഗഫൂർ പറഞ്ഞു. പ്രകൃതി ദുരന്തത്തിൻ്റെ ഒപ്പം നിൽക്കുന്നത് ചിലപ്പോൾ ഇതാദ്യമായിരിക്കും. കാരണം ഒരു ചപ്പാത്തി കമ്പനി, തനിമ ചപ്പാത്തി കമ്പനി എന്ന ഈ മംഗലത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സ്ഥാപനം ദുരിതം അറിഞ്ഞ ഉടൻ തന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക, ബിൽഡിംഗ് ഓണർ വാടക ഒഴിവാക്കി കൊടുക്കുക, തൊഴിലാളികൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ വേതനം ഈ വയനാട്ടിലേക്ക് അതുപോലെ തന്നെ സ്ഥാപനത്തിന് ഉടമ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം വരെ ഇന്ന് പ്രവൃത്തി സമയത്തിൽ നടക്കുന്ന ഈ കച്ചവടത്തിന്റെ മൊത്തം വരുമാനവും ഒന്നിനു പോലും മാറ്റിവെക്കാതെ എല്ലാം വയനാട്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ്
സംഭാവന ചെയ്യാൻ കാണിച്ച ഈ ആത്മാർത്ഥതയെ തീർച്ചയായിട്ടും പ്രശംസിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തം വരുമ്പോൾ സഹജീവികളെ ചേർത്ത് നിർത്താൻ കഴിയുന്ന മനസ്സ് അതൊരു വലിയ മനസ്സ് തന്നെയാണ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അറിയിക്കാനുള്ളത്. താങ്ക് യു. ഇതര സംസ്ഥാന തൊഴിലാളികളായ സംജിത്ത്, ആസിഫ്, ഷംഷാദ് അലി എന്നിവരും മറ്റ് ജീവനക്കാരായ റസാഖ്, ഹനീഫ എന്നിവരും ഒരു ദിവസത്തെ തങ്ങളുടെ വേതനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. സ്ഥാപനം നടത്തുന്ന ഉദ്യമത്തിലൂടെ വയനാടിന് കൈത്താങ്ങാകാൻ സാധിക്കുന്ന ആവേശത്തിലാണ് ഇവരെല്ലാം. ഉരുളെടുത്ത ജീവനുകൾക്കും മുതലുകൾക്കും പകരമാകില്ലെങ്കിലും തങ്ങളാലാകുന്ന രീതിയിൽ അത്താണിയാകാനുള്ള ശ്രമത്തിലാണ് തനിമ ഫുഡ്സ് ഉടമകളും ജീവനക്കാരും. എഡിറ്റർ ലൈവ്, മംഗലം. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.